മഴക്കാലം വരികയാണ്. മഴക്കാലത്ത് ENT രോഗങ്ങൾ സാധാരണഗതിയിൽ കൂടി നിൽക്കുന്ന ഒരവസ്ഥ എല്ലാ കാലവും ഉണ്ട്. ENT രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അലർജിയുമായിട്ട് റിലേറ്റഡ് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ മാറുമ്പോൾ അലർജി സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അലർജിയുള്ള ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ സ്ഥിരമായിട്ട് മൂക്കടപ്പ്, തുമ്മൽ, ജലദോഷം, മൂക്കിന് സൈനസൈറ്റിസ് വന്നിട്ട് മൂക്കിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് തലവേദന വരിക, അത്തരം രോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാല സമയത്ത് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് നാം നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അലർജി എക്സാസബേറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഈ തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മഴ വരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരുപക്ഷെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ അലർജി നിയന്ത്രിക്കുവാനുള്ള നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുകയാണ്. രണ്ടാമത്, തണുത്ത അന്തരീക്ഷം അല്ലെങ്കിൽ വളരെ തണുത്ത അന്തരീക്ഷവും അല്ലെങ്കിൽ തണുത്ത വെള്ളം, തണുത്ത കാറ്റ് അല്ലെങ്കിൽ തണുത്ത മഴ കൊള്ളുക, ഇത്തരം കാര്യങ്ങൾ ഇത് ട്രിഗർ ചെയ്യുന്ന ഒരു രീതിയാണ് മിക്കവർക്കും കാണുക. തീർച്ചയായിട്ടും അത് മാറ്റി നിർത്തുക എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം നിലവിലുണ്ട്. ഒരുപക്ഷെ അലർജി ട്രിഗർ ചെയ്യുന്ന മറ്റു കാര്യങ്ങളും വീടിനകത്തുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് പോലെ, ബ്ലാങ്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ, നമ്മൾ മൂടാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ പൊടിയില്ലാത്ത രീതിയിൽ എല്ലാ കാലവും, പ്രത്യേകിച്ച് മഴ ഇത് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊടിയില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നത്. മൂന്നാമതൊന്ന് നമ്മുടെ വളർത്തുമൃഗങ്ങളാണ്. വളർത്തുമൃഗം പക്ഷേ പട്ടി, പൂച്ച, കോഴി, താറാവ് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പമാണ് എസ്പെഷ്യലി ഇത്തരം വളർത്തുമൃഗങ്ങൾ നമുക്ക് അലർജി ട്രിഗർ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത്തരം ട്രിഗർ, നമുക്ക് വളർത്തുമൃഗങ്ങളെ വളർത്തുകയും അത്തരം ട്രിഗറുകൾ നമുക്കുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയെടുക്കുകയും വേണം. എസ്പെഷ്യലി കൂടുതൽ അലർജിക്കായിട്ടുള്ള ആൾക്കാർ ഇവരുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം ഒഴിവാക്കി നിർത്തുക. പ്രത്യേകിച്ച് പക്ഷികൾ, വീടുകളുടെ അടുത്ത് പ്രാവുകളുണ്ടെങ്കിൽ, പ്രാവ് ഒരു വളരെ ട്രിഗറാണ്. പ്രാവുകളുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പക്ഷികളെ നാം വളർത്തുന്ന രീതികളുണ്ടെങ്കിൽ, തത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ, കോഴിയും താറാവും ഒക്കെ തന്നെയും ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ എക്സ്പോസ് ചെയ്യാതിരിക്കാനുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തുക. ഒരു പക്ഷേ നമുക്ക് അലർജി വന്നു പോയാൽ, അലർജി വരുന്നു, മൂക്കിന് അടയുന്നു, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നേസൽ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആണെങ്കിൽ അത് തുടരുക. അതോടൊപ്പം ഡോക്ടറെ കണ്ടിട്ട് ഒരു നേസൽ ഡീകൺജസ്റ്റൻ്റ് ഉപയോഗിക്കുക. മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ അകത്തെ മൂക്കിൻ്റെ അടവ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്. അലർജിയുടെ ടാബ്ലറ്റ്സ് ഡോക്ടർ നിർദ്ദേശിക്കും. ആവശ്യമാണെങ്കിൽ മാത്രം, ഒരു പക്ഷേ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്സ് മരുന്നുകളും ഈ കാര്യങ്ങളിൽ ഉപയോഗിക്കാം. മാസ്ക് ധരിക്കണമോ എന്നുള്ള ചോദ്യം വളരെ സർവ്വസാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. എന്നാൽ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ, തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, മൂക്കടവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുന്നതിൽ തെറ്റില്ല. സ്ഥിരമായി മാസ്ക് ധരിച്ച് പുറത്തിറങ്ങണമെന്നില്ല. പക്ഷേ അലർജിയുള്ള ആൾക്കാർക്ക് രോഗലക്ഷണമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ആശുപത്രി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും. പൊതുവേ പറഞ്ഞാൽ തണുത്ത ആഹാരം, തണുത്ത വെള്ളം, തണുത്ത പൊതുവെയുള്ള അന്തരീക്ഷം മാക്സിമം ഉപയോഗിക്കുക. റുട്ടീനായിട്ട് അലർജിയുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേസൽ സ്പ്രേ, അതുപോലെ തന്നെ ശ്വാസമുട്ടലിന് ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ ഡോക്ടറെ കാണുകയും ചെയ്യുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നു.